സംഭവം വേറെ ലെവലാണ്. എത്ര ഓടിച്ചിട്ടും മതിയാവണില്ല. ഇത് തന്നെ ഞാൻ ഏകദേശം അരമണിക്കൂർ മേലെ ഓടിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ പോവാണ്. ഇത് പോണ സ്പീഡ് ഓടിക്കോ. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഗൈസ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ JJRC എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 1:7 സ്കെയിലുള്ള ഒരു വലിയൊരു RC കാർ വാങ്ങിച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ കാര്യം നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു RC ഷോയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മുടെ RC പോളോ യൂസ് ചെയ്ത പോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. 1 ടൈം യൂസാണ്. സോ അതിൻ്റെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാറ് കൊണ്ടുവന്നത്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരുപാട് പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഏതൊക്കെ വാങ്ങണമെന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള 1:7 സ്കെയിലുള്ള പോളോ എന്ന് പറയുന്നത്. സോ നമ്മൾ വാങ്ങിച്ചത് ഈ വട്ടം വാങ്ങിച്ചത് 1:7 സ്കെയിൽ തന്നെ. പക്ഷേ നമ്മുടെ ഈ കാണുന്ന പോളോയേക്കാളും കുറച്ചുകൂടിയും എന്താ പറയുക നീട്ടം കൂടുതലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വലിപ്പം കുറച്ച് കൂടുതലാണ്. സോ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ പോളോൻ്റെ ടയറിനേക്കാളൊക്കെ വലിയ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സും ഒരു വലിയൊരു ബോക്സാണ്. നിങ്ങൾ നമ്മുടെ പോളോൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ നമ്മുടെ പോളോൻ്റെ വീഡിയോ ആണ്. എല്ലാവരും കയറി കണ്ടോളൂ ഗൈസ്. അപ്പോൾ ദേ ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. പെട്ടിക്ക് ഭയങ്കര വലുപ്പമാണ്. ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. സോ ഇത്രയും വലിയൊരു ഐറ്റത്തിനാണ് നമ്മൾ പുറത്തേക്ക് എടുത്ത് ഓടിക്കാൻ പോകുന്നത്. എൻ്റെ പൊന്ന് ഗൈസ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. സ്പീഡ് 4x4 ആണ് ഐറ്റം. അതുപോലെ പ്രൊപ്പോർഷണൽ കൺട്രോൾ സിസ്റ്റം വന്നിട്ടുണ്ട്. അതുപോലെ 2.4 ഹെഡ്സിൻ്റെ റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡിലൻ ഷോക്ക് അബ്സോർവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ടെറൈൻ മോൺസ്റ്ററാണ് ഐറ്റം. കാണാനായിട്ട് എൻ്റെ ജയൻ്റാണ് ഐറ്റം. JJRC എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് ഈ കാണുന്നൊരു മുതൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ അവരുടെ ടോപ്പ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പോകണമെങ്കിൽ മുമ്പായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. സോ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന നമ്മുടെ ബാത്റൂംസും അതുപോലെ തന്നെ കിച്ചൺസിൻ്റെ ടൈൽസൊക്കെ കഴുകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്ന അഗാരോയുടെ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബോക്സും കാര്യം വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഓൺ ആവും. വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയും. അതുപോലെ തന്നെ നമുക്ക് C-Type വഴി ചാർജ് ചെയ്യാനും പറ്റും. 3 to 4 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജിൽ 90 minutes നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിന് 1 year വാറണ്ടി നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 400 RPM ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് സ്പീഡ് എന്ന് പറയുന്നത് 300 RPM ആണ്. സംഭവം C-Type ചാർജിങ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. ഇതിൽ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. 7 ഹെഡ്സ് വന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരു വെൽക്രോ ഹെഡ് ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന വെൽക്രോ ഹെഡിന്റെ മേലെ നമുക്ക് കണ്ട ഇതേപോലത്തെ ഹെഡുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും. കണ്ട ഈ കാണുന്ന മോപ്പൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കണ്ട ഫിറ്റ് ചെയ്ത് വയ്ക്കാം. സോ ഈ കാണുന്ന വലിയ ഹെഡ് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മേലാണ് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന 2 ഹെഡ്സും ഇതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ബട്ടൺ ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 2 എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഇതിലുണ്ട നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ കാണുന്ന ഹെഡിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ ലെങ്ത്ത് കൂടിയ കാരണം തന്നെ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് തന്നെ നമ്മുടെ നിലമൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന സ്പിന്നിങ് സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മുടെ ബാത്റൂം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാർജ് ബ്രിസിൽ ഹെഡാണ്. സോ ഈ ഹെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാത്റൂംസിൻ്റെ ടൈൽസ് അതേപോലെ തന്നെ കിച്ചണിൻ്റെ ടൈൽസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സംഭവം എന്തായാലും വർക്കിംഗ് ആണ്. അടിപൊളിയായിട്ട് അഴുക്കൊക്കെ പോകുന്നുണ്ട്. അടുത്ത് നമ്മൾ യൂസ് ചെയ്തത് സ്മോൾ ബ്രസിൽ ഹെഡാണ്. ഈ ഒരു ഹെഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വാഷിംഗ് ബേസിൻ്റെ സൈഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ വലിയ ഹെഡ് എത്താൻ പറ്റാത്ത എല്ലാ സ്ഥലത്തും ഈ കാണുന്ന ഒരു ഹെഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് കഴുകാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കാണുന്ന പോയിന്റഡ് ബ്രഷ് ഹെഡാണ്. ഈ നാരോ ബ്രസിൽ ഹെഡ് യൂസ് ചെയ്യുന്നത് നാരോ ആയിട്ടുള്ള പാത്തുകൾ അതേപോലെ തന്നെ എഡ്ജുകൾ കോർണറുകൾ അവിടുത്തെ അഴുക്കൊക്കെ കളയാനായിട്ട് അടിപൊളിയായിട്ടാണ്. എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള 4 ഹെഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഈ കാണുന്ന വെൽക്രോ ഹെഡാണ്. സോ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓരോന്നായിട്ട് സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫസ്റ്റ് വൺ ഈ കാണുന്ന സ്പോഞ്ച് ഹെഡാണ്. സോ ഈ കാണുന്ന ഹെഡ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസ്സുകൾ അതേപോലെ തന്നെ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഈ കാണുന്ന സ്ക്രബ്ബർ മോഡലായിട്ടാണ്. ഫാബ്രിക് സ്പോഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കിച്ചണിലുള്ള സിങ്ക് കാര്യങ്ങൾ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഏരിയാസിൽ അഴുക്ക് കളയാനായിട്ട് ഈ കാണുന്ന ഒരു ഹെഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ക്ലീനായി വരുന്നുണ്ട്. ഉള്ളത് ഈ കാണുന്നൊരു മോപ്പിംഗ് പാഡാണ്. ഈ പാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ നമുക്ക് വെള്ളമൊക്കെ നിലത്ത് പോയി കഴിഞ്ഞാൽ തുടച്ചെടുക്കാനായിട്ട് ഈ കാണുന്ന ഹെഡ് യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ പോളിഷിംഗ് ഹെഡാണ്. സോ ഈ കാണുന്ന പോളിഷിംഗ് ഹെഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ടേബിളിൻ്റെ മേലെ വുഡൺ ഐറ്റംസ് ആയിട്ടുള്ള ഡോർസ് അതൊക്കെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് ഈ കാണുന്ന ഹെഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഹെഡുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കഴുകി റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ സ്പിന്നിങ് സ്ക്രബ്ബർ നമുക്ക് തൂക്കിയിടാനായിട്ട് ഇതുപോലത്തെ ഐറ്റം കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഡബിൾ ടേപ്പ് കൂടി വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഐറ്റം ഉണ്ടോ, സിമ്പിളായിട്ട് കണ്ടോ ഇതുപോലെ വെക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അടിപൊളിയാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. സോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ കാണുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ നമുക്ക് ബാറ്ററി കാര്യങ്ങൾ വരുന്നില്ല. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പോളോയിൽ യൂസ് ചെയ്ത സെയിം 3S ബാറ്ററിയാണ്. 3S ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 45 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടിക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് 6X ബാറ്ററീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം 90 കിലോമീറ്റർ ഫാസ്റ്റിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നതാണ്. സോ ഇതുപോലത്തെ RC കാർസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിനെ കോൺടാക്ട് ചെയ്താൽ മതി. താഴത്തെ നമ്പറും കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പെട്ടിയുടെ വില വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത്. സോ എന്തായാലും ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു വട്ടം ഓപ്പൺ ചെയ്തതാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒരു വട്ടം കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ. എനിക്ക് എൻ്റെ കൈ ഇതാണ് എൻ്റെ കൈ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതാണ് കാറെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വലിപ്പമുണ്ടെന്ന്. പിന്നെ നമുക്ക് എക്സ്ട്രാ ബോക്സ് ഇടുന്നുണ്ട്. സോ ഈ ബോക്സിലായിരിക്കും നമ്മുടെ റിമോട്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ എന്തായാലും പുറത്തേക്ക് എടുക്കുക. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. സെറ്റ് ഐറ്റം. അപ്പോൾ ഈ പെട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിലെന്തൊക്കെ വരുന്നത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ഒരു റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ഇത് വണ്ടിയുടെ ഇത്ര വലിയ ബുക്കുകൾ പോലെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അലങ്കി എന്ന് പറയുന്നത്, നമ്മുടെ ടയർ മാറ്റാനായിട്ടുള്ളത്. പിന്നെ റിമോട്ടിൻ്റെ ഒരു യൂസർ മാനുവലും എക്സ്ട്രാ വന്നിട്ടുണ്ട്. പൊതുവേ റിമോട്ടിനൊന്നും അങ്ങനെ യൂസർ മാനുവൽ എവിടെയും കൊടുക്കാറൊന്നുമില്ല. പക്ഷേ ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ യൂസർ മാനുവൽ റിമോട്ടിന് സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. മറ്റേത് ഒരു ബുക്കിൽ തന്നെ ആയിരിക്കും എല്ലാം കൊടുക്കുന്നുണ്ടാവുക. സോ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. സോ ഫൈനലി ഇതാണ് നമ്മുടെ കാറും കാര്യങ്ങളും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിമോട്ട് ഇതാണ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ ബാറ്ററി ഇട്ട് കൊടുക്കണം. സോ നമ്മുടെ നോർമൽ AA ബാറ്ററീസ് ഇട്ട് കൊടുക്കണം. നമ്മുടെ വണ്ടിയുടെ മേലേക്ക് നോക്കാനാണെങ്കിൽ ഇതാണ് വണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത കാരണം ടയറിൻ്റെ അവിടെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടയറിൻ്റെ സൈസ് നോക്കി നിങ്ങൾ. എൻ്റെ പൊന്നെ, എൻ്റെ കൈയിൻ്റെ വലുപ്പമുണ്ട് എൻ്റെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പോളോൻ്റെ ടയറിൻ്റെ സൈസും. അതുപോലെ തന്നെ ഈ രണ്ടത്തിൻ്റെ ടയറിൻ്റെ സൈസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുപ്പമുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിൽ പിന്നുകൾ വന്നിട്ടുണ്ട്. സോ ഈ പിന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലെ തന്നെയാണ് ഫിറ്റ് ചെയ്തൊക്കെ. എന്താ പറയുക, പറഞ്ഞൊന്നും പോവില്ല നമ്മൾ ഓടിക്കുന്ന സമയത്ത്. സോ 4 സൈഡിൽ പിന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഈ RC കാറിൻ്റെ മെയിൻ പ്രത്യേകത അറിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് മേടിക്കാൻ കിട്ടും. സോ നിങ്ങൾ സർവീസ് ആണെങ്കിലും പാർട്സ് മേടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് യൂക്ലിക്കിനെ കോൺടാക്ട് ചെയ്യാം. സോ നിങ്ങളൊരു കാർ വാങ്ങിച്ച് പാർട്സ് കിട്ടാത്ത അവസ്ഥ എന്തെങ്കിലും വരില്ല. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ബോഡി എന്ന് പറയുന്നത്. നോക്കിയേ, സസ്പെൻഷൻ നോക്കിയേ, ഭയങ്കര വലിയ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അയൺ റോഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് മോട്ടർ വന്നിരിക്കുന്നത്. ഇതാണ് ഫാന് കാര്യങ്ങൾ, ബാറ്ററി വയ്ക്കാനുള്ള ഏരിയ. അതുപോലെ തന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു ഇങ്ങനത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഞളങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഞളങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുക്കുന്നത്. സോ ഇത് നമുക്കിതിൻ്റെ ലൈറ്റിൻ്റെ ഒരു സംഭവമാണ്. ഉള്ളിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 5000 mAh ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ പിന്നുണ്ട് ഇതുപോലത്തെ പിന്നാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ബാറ്ററി മേടിക്കുമ്പോൾ പിന്ന് നോക്കി മേടിക്കണം. സോ നമ്മൾ ബാറ്ററിയും കാര്യങ്ങളും ഇവിടെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. പിന്നെ ഈ ഒരു സംഭവം കണ്ട, ഇത് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനും ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 സൈഡിലും ഇതിൻ്റെ ഇത് പൊക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ബോഡി വയ്ക്കുമ്പോൾ ഒന്ന് ഹൈ ആയിട്ട് വയ്ക്കും. സോ നമ്മുടെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, നല്ല ഭംഗിയിരിക്കും കാണാനായിട്ട്. അതുപോലെ എൻ്റെ സസ്പെൻഷൻ കാണിച്ചു തരാം. ഓക്കെ, നല്ല കിടിലൻ സസ്പെൻഷനാണ്. നമുക്ക് ഓയിലൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു എന്താ പറയുക സംഭവം എന്ന് പറയുന്നത്. ആ വലിപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ആ ടേബിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിപ്പമുണ്ടെന്ന്. നിങ്ങൾ ബാറ്ററി നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി ഓടിക്കാത്ത സമയത്ത് നിങ്ങൾ എന്താ പറയുക ഈ ബാറ്ററി ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ചാർജ് തീരും. നമ്മൾ ബാറ്ററിയും കാര്യം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓണാക്കുള്ള സ്വിച്ച് നോക്കുന്നത്. അമർത്തി പിടിക്കുക. സോ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ലൈറ്റ് അത്ര കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫാൻ ഉണ്ട്. ആ ഫാൻ കറങ്ങുന്ന സൗണ്ട് കേൾക്കാനുണ്ടോ? അതുപോലെ തന്നെ ഞാൻ റിമോട്ടിൽ ബാറ്ററിയും കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണോ പവർ ബട്ടൺ. അമർത്തി കഴിഞ്ഞാൽ ഐറ്റം ഓൺ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ കണക്റ്റ് ആയി. കണ്ടോ, വാവ് ഗൈസ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. നേരത്തെ ലൈറ്റിൻ്റെ ഒരു ഇത് കണക്ട് ചെയ്ത് കൊടുത്തില്ലേ, ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്.
സോ ലൈറ്റ് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ റിമോട്ടിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്പീഡിൻ്റെ, അതേപോലെ തന്നെ ഇത് ക്രൂസ് കൺട്രോളാണ്, ഇത് മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ. സോ ഇതൊക്കെ നമുക്ക് സെറ്റാക്കി വയ്ക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്ത കാരണം നല്ല രീതിയിലുള്ള ഗ്യാപ്പുകൾ പൊന്തിയിട്ടുണ്ട്. ബാക്കിലും നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടയറൊക്കെ നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കണം കേട്ടോ, ഒരു ഭംഗിയില്ല കാണാനായിട്ട്. പിന്നെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. അടിഭാഗമൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഓടിച്ച് പപ്പടാക്കിയിട്ട്, ഈ അടിഭാഗം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹാർഡ് ഫൈബർ പോലത്തെ ഒരു ഐറ്റം വന്നിരിക്കുന്നത്, പ്ലാസ്റ്റിക് അല്ല. ഓ നല്ല വെയിറ്റ് ഉണ്ട് എന്തായാലും. സോ എൻ്റെ ലുക്ക് ഉണ്ടോ നിങ്ങൾ, സെറ്റല്ല കാണാനായിട്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പോളോയും അതുപോലെ തന്നെ നമ്മുടെ JJRCയുടെ 167 സ്കെയിലുള്ള കാറും. സോ ഇതിൻ്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാൻ പറ്റും. ഇതിൻ്റെ ഒരു ലൈക്ക് ഇങ്ങനെ വിടുത്ത് കുറച്ച് കൂടുതലാണ്, ഇതിൻ്റെ കുറച്ച് കുറവാണ്. പക്ഷേ ഹൈറ്റ് വൈസ് നോക്കുമ്പോൾ പോളോ ആണ് ചെറിയ ഹൈറ്റിൽ കുറച്ചുകൂടി പൊങ്ങിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലാവും ഈ ഒരു സംഭവമുള്ള കാരണം നമ്മുടെ ഈ കാണുന്ന JJRC ആണ് കുറച്ച് എന്താ പറയുക നീട്ടം കൂടുതലുള്ളത്. രണ്ട് കാറും ഗൈസ് ജയൻറ്റുകളാണ്. വലിപ്പം നോക്കി നിങ്ങൾ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇവനെ ഒന്ന് കൊണ്ടുപോയി ഓടിക്കണം. നമ്മൾ പോകാറുള്ള സ്ഥലം തന്നെ നമ്മുടെ ആ ഒരു NHൽ പണിയെടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സോ ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി കാര്യങ്ങൾ നമ്മുടെ കാറിൻ്റെ ഡിക്കിൽ വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ ഭാഗ്യക്കേടിന് എന്താ പറയുക NHക്കുള്ള വഴി അവർ അടച്ചിട്ടൊക്കെയാണ്. അവിടെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഗൈസ് സെറ്റായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഭാഗത്താണ് ഞാൻ ഓടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ താഴത്തിൽ കൂടെ പോയിട്ട് റൗണ്ട് അടിച്ച് ഇവിടെ കൂടെ വന്ന് കയറി. സോ ഇവിടെ ഓപ്പണാണ്. സോ നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാം. NHൻ്റെ പണി കഴിഞ്ഞ് റോഡ് ഓക്കെ ആകുമ്പോൾ ഞാനിനി എവിടെ പോയിട്ട് നമ്മുടെ RCRS ഒക്കെ ഓടിക്കും. അയ്യോ നമുക്ക് അടിപൊളിയാണ്. എന്നുവെച്ചാൽ ലൈക്ക് വിസ്തരിച്ച് ഓടിക്കാൻ പറ്റും. അതാണ് ഇവിടേക്ക് ഞാൻ വരുന്നത്. ഫൈനലി നമ്മളിത് വീണ്ടും നമ്മുടെ NHൽ എത്തിയിട്ടുണ്ട്. അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ലൈക്ക് ഇതേ കാണാൻ പറ്റും, അവിടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ക്ലോസ് ചെയ്തേക്കുന്നത് ആ ഒരു സൈഡ്. പക്ഷേ ഇവിടെ സീനില്ല. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. ഇവിടെ പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് ഓടിക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ കാറൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. റിമോട്ട് സെറ്റ് ആയിട്ടാണ്, നമുക്ക് ഓണാക്കി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ. ഗൈസ് അപ്പോൾ നമ്മുടെ ഐറ്റാണ്ട ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓ ഗോഡ്, എൻ്റെ മോനെ എന്തുട്ട് ഐറ്റം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന റിമോട്ടിൽ ഇതിപ്പോൾ ഞാൻ 100% ഇട്ടേക്കുന്നത്. സോ ഇതിൻ്റെ സ്പീഡ് വേണമെങ്കിൽ കുറയ്ക്കാം. 75, 50 ഒക്കെ ആയിട്ട് ഞാൻ ഒരു 25% ഇട്ട് കഴിഞ്ഞാൽ സോ നിങ്ങളുടെ വണ്ടി വേണ്ട. ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എത്രയും സ്പീഡിൽ പോവുള്ളൂ. കുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം പറക്കും. ഗൈസ് അപ്പോൾ ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ പോവാണ്. ഇത് പോണ സ്പീഡ് നോക്കിക്കോ. എൻ്റെ മോനെ ആയി വാ, തിരിച്ചെന്നെ നോക്കിക്കോ. എൻ്റെ പൊന്നെ സെറ്റ്. ഈ റോഡിൻ്റെ മേലെ വര വരച്ചെന്ന് പറഞ്ഞിട്ട് ഇനി എനിക്കെതിരെ നല്ല കേസ് വരും. സംഭവം വേറെ ലെവലാണ്. എത്ര ഓടിച്ചിട്ടും മതിയാവണില്ല. ഇത് തന്നെ ഞാൻ ഏകദേശം അരമണിക്കൂർ മേലെ ഓടിക്കുന്നു. ബാറ്ററി അത്യാവശ്യം നല്ലപോലെ നിൽക്കുന്നുണ്ട് ഫുൾ ചാർജിൽ. ഇതിപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ മറന്നു. റേറ്റ് 65,000 ആണ്. എന്ന് വെച്ചാൽ ലൈക്ക് വിത്ത് ബാറ്ററിയാണ് 65,000. നിങ്ങൾക്ക് യൂക്ലിക്കിൽ നിന്ന് വാങ്ങാൻ പറ്റും. താഴത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അവരെ കോൺടാക്ട് ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്.